മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ച് സർക്കാർ. കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നതിൽ സമിതി തീരുമാനമെടുക്കും. മലപ്പുറത്ത് അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതായും സപ്ലിമെന്ററി അലോട്ട്മെന്റോടുകൂടി മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടുണ്ട്. നിലവിൽ ജൂലൈ മാസം 31-നകം ആ പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ഇതിനകം ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി +1 പ്രവേശനം മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം ഉറപ്പാക്കുമെന്ന് പറഞ്ഞത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അധിക ബാച്ചുകൾ വേണമെന്ന് എല്ലാ സംഘടനകളും ഒന്നിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അധിക സീറ്റ് അനുവദിച്ചാൽ ക്ലാസുകളിൽ കുട്ടികൾ കൂടുതലാകുമെന്നുള്ള ആശങ്കയെ അറിയിച്ചിരുന്നു. നിലവിലെ മലപ്പുറത്ത് പുതിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതായാണ് അദ്ദേഹം പറയുന്നത്. അതായത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതലും സീറ്റ് കുറവ് എന്നുള്ള ഒരു സാഹചര്യമുള്ളത്. അത് പരിഹരിക്കാനായാണ് മലപ്പുറത്ത് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത്. അതുപോലെ തന്നെ മലപ്പുറത്ത് സാഹചര്യം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ 2 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതമായ പ്രവേശന നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം നടപ്പാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ലാസ് നഷ്ടപ്പെടുന്നവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകാനും തീരുമാനമായി. അതിലൂടെ നഷ്ടപ്പെട്ട ക്ലാസുകൾ നികത്താനാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കണക്കുകളാണ് അറിയിക്കുന്നത്. ഇതിൽ ഇനി എത്ര പേർക്ക് മലപ്പുറത്ത് 82,466 അപേക്ഷകരാണുള്ളത്. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. അതോടൊപ്പം തന്നെ 74,860 പേർ ജില്ലയ്ക്കകത്ത് അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ശേഷിക്കുന്ന സീറ്റുകൾക്ക് വേണ്ടി എന്തായാലും കൃത്യമായി, അതായത് 4,352 പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു കണക്ക് കുറച്ചിട്ടായിരിക്കും ഇനിയുള്ള മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക. അതായത് സീറ്റുകളുടെ കണക്കിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് തൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ വേഗത്തിൽ തന്നെ നടപടികൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. കേസ് നടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മന്ത്രി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാനാകും. വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ തീയതി, ഈ അലോട്ട്മെന്റ്, അവസാനത്തെ അലോട്ട്മെന്റും ഉള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തന്നെ വേഗം നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ട്. അതിനുശേഷം തന്നെ പ്രതിസന്ധി പരിഹരിച്ചതിനു ശേഷം ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കും. ക്ലാസുകൾ നഷ്ടമാകുന്നവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി തന്നെ അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിച്ച് സർക്കാർ +1 പ്രവേശനം മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു.